ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് പ്രാർത്ഥനയിലൂടെയുള്ളൊരു ദൈവിക പരിരക്ഷയെക്കുറിച്ചാണ്. 91-ാം സങ്കീർത്തനവും മറ്റു ചില ദൈവദിന ഭാഗങ്ങളും ഒക്കെ നാം വളരെ ലളിതമായി ചിന്തിച്ചു. ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അവൻ്റെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഒക്കെ സൂക്ഷിക്കുന്ന അവനെ വിളിച്ച അവൻ്റെ ഉടയവൻ്റെ വിശ്വസ്തത, അതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കാനിടയായിത്തീർന്നത്. അതെ, നമ്മുടെ സംരക്ഷണം അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നാം ഇപ്രകാരം കേട്ടു: കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാത്തുകൊള്ളും, അവിടെ നിങ്ങളെ ഉറപ്പിക്കും. ഒരു ദൈവവൈതലിനെ ഭൂമിയിലേക്ക് ദൈവം അയക്കുമ്പോൾ ആ ദൈവവൈതലിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഒരു ഡിവൈൻ അസൈൻമെന്റ് കൊടുത്തിട്ടാണ് ദൈവം അദ്ദേഹത്തെ ഈ ഭൂമിയിൽ അയക്കുന്നത്. ആ അസൈൻമെന്റ് പൂർത്തിയാകും വരെയും ഭൂമിയിൽ കർത്താവുമായി കരം പിടിച്ച് നടന്ന് അതിനെ പൂർത്തിയാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും വേണ്ടത് പ്രാർത്ഥനയാണ്. ബൈബിൾ നമ്മോട് പറയുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു ജീവിത തപസ്യയാക്കുവാനാണ് നമ്മോട് കർത്താവ് ഓർപ്പിക്കുന്നത്. നമ്മൾ ഈ തിരുവചന ഭാഗമൊക്കെ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് സുവിശേഷകന്മാർ വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ശുശ്രൂഷകളുടെ വലിയ തിരക്കുകൾക്കിടയിലും രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്ന യേശു ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അസ്വസ്ഥമാകുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സുവിശേഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന 12 അപ്പോസ്തലന്മാരും പ്രാർത്ഥിക്കുന്നവരല്ലായിരുന്നു. ഒരിടത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മലയിലായിരുന്നു. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. ഈ 12 പേരും അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയുകയില്ല. അവർ യേശുവിൻ്റെ കൂടെയുണ്ട്, യേശു മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചടക്ക ഉയർപ്പിന് ശേഷമാണ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാൻ തയ്യാറായത്. അതുവരെ അവർക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അറിയുകയില്ലായിരുന്നു. എന്നാൽ ആ 10 ദിവസങ്ങളിലുള്ള നിരന്തര പ്രാർത്ഥന ഒരു വലിയ വിടുതൽ അവസാനിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപന ശക്തി അവരനുഭവിച്ചു. അതെ, പ്രാർത്ഥന ഇന്ന് വരെ സംഭവിക്കാത്ത അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഒരു അത്ഭുതവും ഒരു ദൈവപ്രവൃത്തിയും കാണാതെ നിങ്ങൾ ആ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. 2, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിന് പ്രാർത്ഥിക്കുന്നോ ആ വിഷയം നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇനിയും ആ വിഷയത്തിന്മേൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിച്ച വിഷയം നിങ്ങളുടെ കൈവിട്ടുപോയി, അത് ദൈവകരങ്ങളിലാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നവൻ വിചാരപ്പെടരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായവും 7-ാം അധ്യായവും നമ്മൾ ചിന്തിച്ചിരുന്നു. അവിടെയൊക്കെ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ വിചാരപ്പെടരുത്. ആമേൻ. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് സ്വയശോധന ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ ആരെങ്കിലും ഈ നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നവരാണോ? നിങ്ങൾ നാളെയെക്കുറിച്ച് നാളെ എന്തായിത്തീരുമെന്ന് വിചാരപ്പെടുന്നവരാണെങ്കിൽ, അങ്ങനെ വിചാരപ്പെടുന്നവരെ കുറിച്ച് ദൈവവചനം അവരെ വിളിക്കുന്ന അല്പവിശ്വാസികളെന്ന്. ആമേൻ. അവർക്ക് ദൈവത്തെ വിശ്വാസം ഇല്ലെന്നല്ല, ഒരല്പവിശ്വാസികളാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരുവനോട് ദൈവം പറയുകയാണ്, നീ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. എന്താ ഈ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ്റെ ക്വാളിറ്റി?
അത് വിശ്വാസമാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അപ്പൻ കേൾക്കും എന്നുള്ള നല്ല ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. 2, മുമ്പ് നാം ഓർപ്പിച്ചതുപോലെ തന്നെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിന് ഹിതമാണ്, ദൈവം അതെനിക്ക് നൽകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഈ 2 ഉറപ്പുകളാണ് പ്രാർത്ഥനയെ ബാലൻസ് ചെയ്യുന്നത്. 1, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, അപ്പൻ അത് കേൾക്കും. 2, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഹിതമാണ്, ഈ വിഷയത്തിൻ്റെ വിടുതൽ ദൈവത്തിന് ഹിതമാണ്. ഈ 2 കാര്യങ്ങൾ, ഈ 2 ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ലഭിച്ചിരിക്കും എന്ന് വചനം നമുക്ക് ഉറപ്പ് തരും. ആമേൻ. ഇനി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന ഒരു വിഷയം ഇനി ഒരിക്കലും നിങ്ങളുടെ സമയത്ത് നടക്കത്തില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുവാൻ വേണ്ടിയാണ് ദൈവത്തെ സമീപിക്കുന്നത്. എന്നാൽ ദൈവസന്നിധി അങ്ങനെയല്ല. ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു വിഷയം കർത്താവ് തക്ക സമയം എന്ന് പറഞ്ഞാൽ ദൈവനാമ മഹത്വത്തിന് ഉദകമാകും വണ്ണം അതിൻ്റെ തക്ക സമയത്ത് അവിടെ നിവർത്തിച്ചു തരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നാളുകളായി പ്രാർത്ഥിച്ച് ചില വിഷയങ്ങൾക്ക് നിങ്ങൾ മറുപടി കണ്ടിട്ടില്ലെങ്കിൽ ഭാരപ്പെട്ടു പോകരുത്, മറിച്ച് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കും. ലൂക്കോസ് 18:1 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അവിടെ ഈ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ വരുന്നൊരു മടുപ്പിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ മടുക്കരുതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ മടുക്കരുത്. ചില മക്കളെക്കുറിച്ച് അമ്മയപ്പന്മാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അവനോട് പറഞ്ഞ അവൻ കേൾക്കത്തില്ല, ഞങ്ങൾ പറഞ്ഞു മടുത്തു. അതുപോലെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം കേൾക്കത്തില്ല, ഞങ്ങൾ പറഞ്ഞു മടുത്തു എന്നൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾ ഒരിക്കലും ദൈവത്തെ മടുക്കരുത്. കാരണം ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്. എപ്പോൾ കേൾക്കുന്നു? ഞാൻ ചോദിക്കും മുമ്പ് തന്നെ എൻ്റെ ആവശ്യങ്ങളെ അറിയുന്നു. പ്രൈസ് ഗോഡ്. ഇനിയും ഈ കർത്താവ് നമ്മൾ ഈ ഉറക്കെ പ്രാർത്ഥിക്കുന്നതും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതും എല്ലാവരും കേൾക്കെ പ്രാർത്ഥിക്കുന്നതൊന്നും അങ്ങനെ കർത്താവ് എൻകറേജ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. കർത്താവ് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ എൻകറേജ് ചെയ്തത്. കാരണം പ്രാർത്ഥനയുടെ ശബ്ദം അല്ല ദൈവം കേൾക്കുന്നത്, നമ്മുടെ ശബ്ദമല്ല ദൈവം കേൾക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഞരക്കമാണ് ദൈവം അറിയുന്നത്. ബൈബിൾ പറയുന്നു, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ദൈവം കേൾക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിന് ഞരക്കമാണ്. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, എൻ്റെ ശബ്ദത്തിന് ചില മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഞരക്കത്തിൻ്റെ വേവ് ലെങ്ത് ഭയങ്കരമാണ്. അത് അത്യുന്നത സ്വർഗത്തിൽ വരെ എത്തുന്നതാണ്. ദൈവത്തിന് ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിയുന്നത് എൻ്റെ പ്രാർത്ഥനാ ശബ്ദത്തെക്കാളും അപ്പുറത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളാണ്. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്തുകൊണ്ട്? ഒരുത്തൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നത്, ദൈവസന്നിധിയിൽ മനസ്സ് തകർന്നിരിക്കുന്നത് കാണുവാൻ ദൈവത്തിന് കഴിയത്തില്ല. ആമേൻ. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ സങ്കടപ്പെടുന്നതും വേവലാതിപ്പെടുന്നതും അസ്വസ്ഥമാകുന്നതും കാണുന്നത് ഇഷ്ടമല്ല ദൈവത്തിന്. ആമേൻ. അത് പിതാവിനത് അസഹനീയമാണെന്ന് നിങ്ങൾ എത്ര പേർ അറിയുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ആ ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് പറയാൻ പറ്റുമോ? അപ്പാ, ഞങ്ങൾ വിഷമിക്കുന്നത്, ഞങ്ങൾ സങ്കടപ്പെടുന്ന ഒന്നും അങ്ങേക്ക് സഹിക്കാൻ പാടില്ലാത്തത് കൊണ്ട് സ്തോത്രം എന്നൊക്കെ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്നൊരപ്പൻ. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 2 ഉറപ്പുകൾ നമ്മളിന്ന് ചിന്തിച്ചു. അതിലൊന്ന്, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അപ്പൻ കേൾക്കും. 2, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ദൈവഹിത പ്രകാരമുള്ള കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് ലഭിക്കും. നിങ്ങൾ ഈ യോഹന്നാൻ്റെ ലേഖനത്തിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിലൊക്കെ യോഹന്നാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പ്രസ്താവന പറയുന്നുണ്ട്. അതിങ്ങനെയാണ്,
അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തു ചോദിച്ചാലും അവൻ നമുക്ക് ചെയ്തു തരുമെന്നുള്ളത് നമുക്ക് അവനോടുള്ള പ്രാഗൽഭ്യമാകുന്നു. ഓ പ്രൈസ്, എന്ത് മനോഹരമായ വാക്യമാണ്. നാം അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തു ചോദിച്ചാലും അവൻ നമുക്ക് ചെയ്തു തരുമെന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്താ അവൻ്റെ ഇഷ്ടപ്രകാരം ചോദിക്കുന്നത്? അടുത്ത വാക്യം അത് പറയുന്നത് എന്താ അവൻ്റെ ഇഷ്ടമെന്ന്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്നറിയാമോ? അത് അടുത്ത വാക്യം പറയുന്നു, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നുവെന്ന് നിങ്ങൾ അറിയുക. ഇതാണ് ദൈവത്തിന് ഇഷ്ടം. ആമേൻ. ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ ദൈവം എനിക്ക് നൽകുമെന്ന് ഞാൻ അറിയുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആമേൻ. അതുകൊണ്ട് യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, നാം എന്തപേക്ഷിച്ചാലും അവിടുന്ന് നമ്മുടെ അപേക്ഷ കേൾക്കുന്നുവെന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചുവെന്നും നാം അറിയുന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ പ്രാർത്ഥിക്കും മുമ്പ് തന്നെ നമ്മുടെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞു. ആമേൻ. ഇത് പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക തലമാണ്. ദൈവത്തോടുള്ള ഏറ്റവും വലിയ ഉറപ്പ്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. കണ്ണു അടച്ച് ദൈവത്തെ വിശ്വസിക്കുക. ആമേൻ. അബ്രഹാം ദൈവത്തെ അനുസരിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആക്ഷരികമായി ആലങ്കാരികമായി പറഞ്ഞാൽ ദൈവം അവൻ്റെ കണ്ണുകളെ കെട്ടി. ഇനി അവന് കാഴ്ചയില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളതൊന്നും കാണുന്നില്ല. മറിച്ച് ലോകത്തിലുള്ളതൊന്നും കാണാതെ അവൻ്റെ കണ്ണുകളെ അടയ്ക്കുന്ന ദൈവം അവൻ്റെ കൈകളിൽ പിടിക്കുക. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞാൽ കാഴ്ചപ്രകാരമല്ല. ആമേൻ. എൻ്റെ കൈകളിൽ മറ്റൊരു കരം, ആ കരം ഗ്രഹിക്കുന്നു, അത് ദൈവത്തിൻ്റെ കരമാണ് എന്നുള്ള കരസ്പർശനത്തിൻ്റെ തിരിച്ചറിവിലാണ് അബ്രഹാം മുമ്പോട്ട് പോകുന്നത്. ദൈവങ്ങളെ, വിശ്വാസ ജീവിതം ഇങ്ങനെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണെങ്കിൽ ബൈബിൾ നമ്മോട് പറയുന്നു, സാഹചര്യങ്ങളെ നോക്കരുത്. കാരണം സാഹചര്യമല്ല തീരുമാനിക്കുന്നത് നമ്മുടെ വിടുതലുകൾ, മറിച്ച് ദൈവമാണ്. ആമേൻ. എന്നാൽ മിക്കവാറും ഈ പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ സാഹചര്യങ്ങളെ നോക്കിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മറ്റു പലരും ദൈവത്തോട് ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് ഈ സാഹചര്യങ്ങളെ മാറ്റണമേ എന്നൊക്കെയാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ചിന്താഗതികളെ തിരുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ അല്ല നിങ്ങളുടെ വിടുതലുകൾ, നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്, മറിച്ച് ദൈവം തന്നെയാണ്. ആമേൻ. യാതൊരു സാധ്യതകളും ഇല്ലാത്തിടത്ത്, ചിന്തിച്ചാൽ ഇനിയും ഒരു വഴിയുമില്ലാത്തയിടത്ത് വേഗത്തിൽ കടന്നു വന്ന് അപ്പോഴുള്ള സകല സിനാരിയോയും മാറ്റിയിട്ട്, സാഹചര്യങ്ങളും മാറ്റിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതങ്ങളെ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ അത്ഭുതം എന്നുള്ള വാക്ക് തന്നെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട. പ്രൈസ് ഗോഡ്. എന്താ അത്ഭുതം? മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒരു സാധാരണ മനുഷ്യന്റെ കണക്കുകൂട്ടലിനും ചിന്താഗതിക്കും അപ്പുറത്ത്, എൻ്റെ മാനുഷിക പരിമിതിക്കപ്പുറത്ത് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ അത്ഭുതം എന്ന് പറയുന്നു. എൻ്റെ എഫേർട്ട് കൂടാതെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന മഹത്വകരമായ അനുഭവങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ഒരത്ഭുതം പ്രതീക്ഷിക്കുക. ഓരോ പ്രാർത്ഥനകളും അത്ഭുതങ്ങളെ കൊണ്ടുവരിക. ഓരോ പ്രാർത്ഥനകളും എൻ്റെ നിലവാരത്തിനും എൻ്റെ ചിന്താഗതിക്കും എൻ്റെ പ്രാപ്തിക്കും അപ്പുറത്തുള്ള വിടുതലുകളെയാണ് കൊണ്ടുവരുന്നത്. ആമേൻ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ അസാധ്യതകളില്ല. ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിങ്ങൾ തുടച്ചു കളയണം. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ആമേൻ. മറിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ അസാധ്യതകളല്ലുള്ളത്. ഏതു വലിയ അസാധ്യതകളും അവൻ്റെ മുമ്പിൽ ഒരത്ഭുതത്തിൻ്റെ വാതിലാണ്. ആമേൻ. നിങ്ങൾ ഇന്ന് ദൈവത്തോട്, കർത്താവേ, എൻ്റെ മുമ്പിൽ ഇന്ന 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 അസാധ്യങ്ങൾ ഉണ്ട് എന്നല്ല പറയേണ്ടത്. മറിച്ച്, ആമേൻ, പിതാവേ, ഞാൻ അറിയുന്നു
എൻ്റെ മുമ്പിൽ വലിയ ചില അത്ഭുതത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ തുടങ്ങുന്നത് ഞാൻ അറിയുന്നു എന്നൊരു ഏറ്റുപറച്ചിലാണ് നിങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഈ ദൈവവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ ചരിത്രമൊക്കെ വായിച്ച് ഒത്തിരി എൻകറേജഡ് ആയിട്ടില്ലേ? ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്രകാരം പറയുന്നു, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു. അവർ ഭയചകിതരാണ്. അവർ പ്രാർത്ഥിച്ചു. അവരൊന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. ആമേൻ. ദൈവം തൻ്റെ പ്രത്യക്ഷത അറിയിച്ചു. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. അവർ ബലപ്പെട്ടു. ഇപ്പോഴും പ്രതികൂലം ശക്തമാണ്. ഇപ്പോഴും എതിരാളികളുണ്ട്. ഇപ്പോഴും ചങ്ങലകളും വാളുകളും അവൾക്കെതിരാണ്. പക്ഷേ അവർ ധൈര്യപ്പെട്ടു. അസാമാന്യ ബലത്താൽ അവർ നിറഞ്ഞു. ആമേൻ. പേടിച്ചരണ്ട ഒരു പൂച്ചക്കുട്ടിയെ പോലെ മുറിക്കകത്തേക്ക് കയറിയവർ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു സിംഹത്തെ പോലെ സടകുടഞ്ഞ് പുറത്തോട്ടിറങ്ങി. ആമേൻ. എന്താ പ്രാർത്ഥനയുടെ പരിണിതഫലം? അവർ ഭയത്തോടെ നോക്കിയ ചിലതിനെ ഇപ്പോൾ അവർ ധൈര്യത്തോടെ നോക്കും. മല പോലെ അവർക്ക് തോന്നിയ പലതും ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു. പ്രാർത്ഥിച്ചവന് മനസ്സിലാകുന്നു, ഇതെൻ്റെ മുമ്പിൽ മലയല്ല, ഇതെൻ്റെ കാൽ ചുവട്ടിന് കീഴിലാണ്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥന നമ്മുടെ ചിന്തകളുടെ നിലവാരങ്ങളെ മാറ്റും. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെ പോലെ ചിന്തിക്കാൻ തുടങ്ങും. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആത്മനിറവോടെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഒരു വിഷയത്തെ മാനുഷികമായി കാണുകയില്ല. മറിച്ച് മാനുഷികമായി ഇതുവരെ കണ്ട കാര്യങ്ങളെ, അഥവാ ഒരു മനുഷ്യൻ നോക്കുന്നത് പോലെ ഇതുവരെ കണ്ട കാര്യങ്ങളെ ഇപ്പോൾ അവൻ ദൈവം നോക്കുന്നത് പോലെ നോക്കും. ആമേൻ. ഇതിന് പേരാ ഫെയ്ത്ത്. ഒരു നിരന്തര പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിൽ, അല്ല നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വാസം അപ്ലൈ ചെയ്യാൻ പറ്റും. ഫെയ്ത്ത് അപ്ലൈ ചെയ്യാം. നിങ്ങൾ എവിടെയെല്ലാം വിശ്വാസം അപ്ലൈ ചെയ്യുന്നോ അവിടെയെല്ലാം നിങ്ങൾ ദൈവത്തെ പോലെയാണ് ഇടപെടുന്നത്, ദൈവത്തെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ, ഭൂമിയിൽ ദൈവം നമ്മളെ ദൈവ മക്കളാക്കിയിരിക്കുന്നത് സാധാരണ മനുഷ്യനെ പോലെ ഇടപെടാനല്ല, പ്രവർത്തിക്കാനല്ല, സംസാരിക്കാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ആമേൻ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമുക്ക് തന്ന ദൈവിക അധികാരത്തോടെ നാം ചിന്തിക്കുവാൻ, പ്രവർത്തിപ്പാൻ, സംസാരിപ്പാൻ, കൽപ്പിക്കുവാൻ ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നു. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദീർഘകാലമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം, പക്ഷേ ഒരത്ഭുതം പ്രതീക്ഷിക്കുക. അത് നിങ്ങളുടെ പടിവാതിക്കൽ വന്ന് മുട്ടുന്ന ഒരു ദിവസമുണ്ട്. അതൊരു പക്ഷേ ഇന്നായിരിക്കാം. ആമേൻ. പണ്ടാരോ പറഞ്ഞ ഒരു പദം ഞാൻ ഓർക്കുന്നു. ഒരു പക്ഷേ പലരുടെയും ജീവിതത്തിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന പിശാചായിരിക്കും, പക്ഷെ എൻ്റെ ക്ലൈമാക്സ് എഴുതുന്ന ദൈവമായിരിക്കും. ഇത് പ്രാർത്ഥിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ആപ്റ്റാണ്, ഉറപ്പായ കാര്യമാണ്. നീ എന്തെല്ലാം പദ്ധതികൾ പൈശാചിക തലങ്ങൾ കുറിച്ചിട്ടാലും നിന്റെ ക്ലൈമാക്സ് ഇത് ദൈവത്താൽ എഴുതപ്പെടും. ഇത് പ്രാർത്ഥിക്കുന്നവൻ്റെ കോൺഫിഡൻസ് ആണ്. അതാണ് ദാനിയേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആമേൻ. അതാണ് ഒരു മൊർദെഖായിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതാണ് ഒരു പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ഭക്തന്മാരുടെ ചരിത്രം നാം പരിശോധിച്ചാൽ മുഴങ്കാലിൽ ഇരുന്നവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സമയം അവന്റെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതുവാൻ ദൈവം മനുഷ്യർക്കും പിശാചിനും വിട്ടുകൊടുത്ത സമയങ്ങളുണ്ട്. പക്ഷെ ദൈവം അവരോട് പറഞ്ഞു, ആരൊക്കെ ഈ സ്ക്രിപ്റ്റുകൾ എഴുതിയാലും ഈ ഭക്തന്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് ഞാൻ എഴുതും. ആമേൻ. അതുകൊണ്ട് മറക്കരുത്, ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ഇതുവരെ എന്തെല്ലാം സംഭവിച്ചോ അതിനൊത്തവണ്ണം അല്ല, ദൈവം തന്നെ അവന്റെ ക്ലൈമാക്സുകൾ ആമേൻ എഴുതുവാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് ഈ ഈ ദൈവവചനം കേൾക്കുമ്പോൾ അതിനൊരു ആമേൻ പറയാൻ കഴിയും? ആ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പിശാചായിരിക്കാൻ സ്ക്രിപ്റ്റ് എഴുതിയത്, ആമേൻ, പക്ഷെ എൻ്റെ ക്ലൈമാക്സ് എഴുതുന്ന ഒരു പേജ് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ നിങ്ങൾക്ക് എത്ര പേർ കഴിയും? ആമേൻ. ആ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവകരത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവനോട് ഈ പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ആമേൻ. അതുകൊണ്ട് ആരൊക്കെ നമ്മുടെ ജീവിതകഥ വായിച്ചാലും, ആരൊക്കെ നമ്മുടെ ഇന്നലകളെക്കുറിച്ച് അറിഞ്ഞാലും, ഇതുവരെ ആരും വായിക്കാത്തൊരു പേജ്, പ്രൈസ് ഗോഡ്, അത് ദൈവം നമുക്ക് വേണ്ടി എഴുതി വച്ചിട്ടുണ്ട്. ആമേൻ. ഈ ദിവസങ്ങൾ അതിനായി കാത്തിരിക്കുക. ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരും. ആമേൻ. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരത്ഭുതം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭാരപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതും ഒരിക്കലും വിടുവിക്കപ്പെടത്തില്ലെന്ന് അതിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതുമായ വിഷയങ്ങളുടെ മേൽ ഇന്ന് ഈ പ്രവചന ശബ്ദം, ഈ ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, നിങ്ങളിത് കേൾക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവിക കരുതൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയുടെ സാധ്യതകൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ സംരക്ഷണത്തെക്കുറിച്ചാണ് കേട്ടത്. ഇന്ന് പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വേഗത്തിലൊരു സംഭവകഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ UAE ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ട് അവിടെ ഞങ്ങൾ ആരാധന നടത്തുന്ന ഇടത്ത് ഒരു ദിവസം ഞങ്ങൾ ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റെ നെയ്ബേഴ്സ് വന്നു, അവിടെ താമസിക്കുന്ന അയൽക്കാരെല്ലാം വന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു, ഇനി ശബ്ദമുയർത്തിയാൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും, അവർ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യും, ഇവിടെ ആരാധിക്കാൻ കഴിയുകയില്ല. സഭയായി ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഭാരപ്പെട്ടു. കാരണം ആ ഇടത്ത് ആദ്യമായി ഞങ്ങൾ ആരാധന തുടങ്ങിയ ഞായറാഴ്ചയായിരുന്നത്. പ്രൈസ് ഗോഡ്. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അതുവരെ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ അന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വില്ലയിൽ ഞങ്ങളൊന്ന് ഉറക്കെ കൈ കൊട്ടിയാൽ അടുത്തുള്ള വീട്ടുകാർക്ക് കേൾക്കാം. പക്ഷെ ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു നിയോഗപ്രകാരം ഈ സഭയിലുള്ള വിശ്വസിക്കുന്ന ചില ദൈവമക്കൾ ഒന്നിച്ച് ഞങ്ങൾ ആരാധിക്കുന്ന ഈ ബിൽഡിങ്ങിന് പുറത്തിറങ്ങി അതിന് മുറ്റത്തുകൂടി കരമുയർത്തി നടന്നു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ആരാധിക്കണം, ശബ്ദത്തെ അവിടെ നിയന്ത്രിക്കണം, ഒരത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ദിവസം മുതൽ അങ്ങോട്ട് ഞങ്ങൾ എത്രത്തോളം ശബ്ദത്തോടെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താലും ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തികൾക്കപ്പുറത്തേക്ക് ഒരിക്കലും ശബ്ദം പോയിട്ടില്ല. ആമേൻ. ഏതാണ്ട് 4.5 വർഷത്തോളം ഞങ്ങൾ അവിടെ ദൈവത്തെ ആരാധിച്ചു. മൈക്ക് സെറ്റുകളും മേളങ്ങളും കൊയർ ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് മതിവരുവോളം മണിക്കൂറുകൾ ദൈവത്തെ സ്തുതിച്ചു എല്ലാ ദിവസവും. ഒരിക്കൽ പോലും ആ ചുമരുകൾക്കപ്പുറത്തേക്ക് ശബ്ദം പുറത്തു പോയില്ല. കാരണം അത്ഭുതകരമായൊരു ദൈവിക പരിരക്ഷ ഞങ്ങൾ സഭയായിട്ട് അവിടെ അനുഭവിപ്പാനിടയായി. ഞാനിത് ഇന്നൊരു സാക്ഷ്യമായിട്ട് പറയുമ്പോൾ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ജീവിതത്തിൽ ഒരു വിഷയം പോലും നിങ്ങൾ മാനുഷികമായി അതിനെ നേരിടാതെ നിങ്ങൾ ആത്മീകമായി നേരിട്ടാൽ പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി കരമുയർത്തുവാൻ ദൈവത്തിൻ്റെ കരം സജ്ജമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെ നാം കാണുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്.
നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദൈവവചന ഭാഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ഒരു അത്ഭുതം, അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന പ്രാർത്ഥന, അങ്ങനെ ഒരു ദൈവിക ശബ്ദം ഇന്ന് അവർക്ക് വേണ്ടി ഇടപെടുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ ഏറ്റവും കലങ്ങുകയും പ്രാർത്ഥിക്കുകയും നാളുകൾ വിചാരപ്പെടുകയും ചെയ്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് ലഭിക്കുന്ന എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. ഇപ്പോൾ കണ്ണുകളടയ്ക്കുകയും മുഴങ്കാൽ മടക്കുകയും തലവണക്കുകയും ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും മേൽ, അവരേറ്റവും കൂടുതൽ ഭാരപ്പെട്ട വിഷയങ്ങളുടെ മേൽ വിടുതലുകളെ കൽപ്പിച്ചാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഒരു അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റു ഒരു ദൈവവചന ചിന്തയുമായി അടുത്ത ദിവസങ്ങൾ കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.